ഹായ് എവരി വൺ, നട്ടപ്പാതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി, കൊല്ലം സുധിയുടെ വൈഫ് രേണു. ആക്ച്വലി ഈ ഒരു കോണ്ടൻറ്റ് ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ചെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു കോണ്ടൻറ്റാണ്. ഞാനിതിനു മുമ്പും രേണു സുധി ലക്ഷ്മി നക്ഷത്ര റിലേറ്റഡ് ആയിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു എന്ന് പറഞ്ഞ ആ വ്യക്തി അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിലൊരു ജോബായിട്ട് അവരെടുത്തിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയ, ആക്ടിങ്, നാടകം, സിനിമ, സ്റ്റേജ് പ്രോഗ്രാംസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഓബിയസ്ലി അവർക്ക് ഇവിടെ ഷോ ഓഫ് ചെയ്തേ പറ്റൂ. ഇവിടെ ഒരു എക്സിസ്റ്റൻസ് കിട്ടണം, സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പല ഗിമിക്കുകളും കാണിച്ചേ പറ്റൂ. അത് ക്രൗഡും ആക്സെപ്റ്റ് ചെയ്യണം, വ്യൂവേഴ്സും ആക്സെപ്റ്റ് ചെയ്യണം. ആ ഷോ ഓഫ് പറ്റാതിരുന്നു കഴിഞ്ഞാൽ ക്രൗഡ് ഓബിയസ്ലി ഇറിറ്റേറ്റഡ് ആയാൽ അവർ കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അത് രേണു ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് എത്രത്തോളം വിസിബിലിറ്റി കൂടുന്നോ ആ വിസിബിലിറ്റി, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇറ്റ്സ് എ വിസിബിലിറ്റി. രേണുവിന് ആക്ച്വലി കളി അറിയാം. രേണു വീണ്ടും 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 കമൻറ്റ് ബോക്സിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ അങ്ങനെ ഇങ്ങനെ, എൻ്റെ രോമത്ത് തൊടില്ല, കല്ലാണ് എൻ്റെ നെഞ്ച്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നിങ്ങൾ ആരാ ആക്ച്വലി അവരതിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ ആളെ കൊണ്ട് കമൻറ്റ് ഇടിപ്പിക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. കാരണം അവർക്ക് അറിയാം അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു പോസിറ്റീവ് സാധനം എത്ര കാലം നിലനിൽക്കും, നെഗറ്റിവിറ്റി കുറേ കാലം നിലനിൽക്കും. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇത്. റിയൽ ലൈഫിൽ നമുക്ക് എപ്പോഴും പോസിറ്റിവിറ്റി വേണം, റിയൽ ലൈഫിൽ എപ്പോഴും നെഗറ്റീവ് സാധനങ്ങൾ, കോൺട്രവേഴ്സീസ് ഉണ്ടെങ്കിൽ എക്സിസ്റ്റൻസ് ഉള്ളൂ. സോ അവിടെയാണ് രേണു സുധി കൃത്യമായിട്ട് അവർ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഓബിയസ്ലി നമുക്കെല്ലാവർക്കും അറിയാം, ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ വന്നൊരു വൈറൽ റീൽസിന് ശേഷം ഒരു റിയൽ ലൈഫ് കപ്പിൾ കോംബോ ആണ് ദാസേട്ടനും ഈ രേണു. ഇന്നിപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യാൻ ഉറപ്പിക്കാണ്ടായ കാരണം രജിത് കുമാർ ഒരു സിനിമയുടെ പൂജ ഫംഗ്ഷൻ്റെ ഇടയിൽ ദാസേട്ടൻ കോഴിക്കോടും രജിത് കുമാറും ഇരിക്കുന്ന സമയത്ത് രേണുവിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വാട്ട് ഈസ് ദെയർ ഇൻ ദ കമൻറ്റ് ബോക്സ്, അത് അതേപോലെ തന്നെ എടുത്തിട്ട് രേണുവിനോട് രജിത് കുമാർ പറഞ്ഞതാണ്. സോ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് രജിത് കുമാർ രേണുവിനോട് പറഞ്ഞത്. ഭയങ്കര പ്രേമമാണ്, അതുകൊണ്ട് അവർ വയറ് നിറയട്ടെ, നീ സൂക്ഷിച്ചോ. നിനക്ക് പണിയാവും. കഷ്ടപ്പെടുന്നത് രേണുന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിന്റെ നല്ല വശങ്ങൾ എടുക്കില്ല, വയറ് നിറയാണ് കൊടുക്കുന്നത്. സിനിമയ്ക്ക് വിളിക്കുന്നതാരാ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളല്ലേ വിളിക്കുന്നത്? ഇവരാരാണ് നമുക്കറിയാം. പിന്നെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, തുള്ളിച്ചാടി നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഒന്നല്ല, ഇവളുടെ ഹസ്ബൻഡ് എന്റെ കൂടെ പടം മുറക്കിയിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം ചെയ്യും. അങ്ങനെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. ദാസേട്ടൻ കോഴിക്കോട് ആദ്യമേ പറയുന്നുണ്ട് രജിത് കുമാറിനോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ ഉണ്ട്. ഈ പറഞ്ഞ രേണുവിനോട് കമൻറ്റ് ബോക്സിൽ ആളുകൾ പറയുന്നത് എക്സാക്റ്റ് സാധനമാണ് രജിത് കുമാർ രേണുവിനോട് പറയുന്നത്. ദാസേട്ടൻ തുള്ളിക്കളിച്ചാണ് പോവും, നീ 8ൻ്റെ പെടൽ പെടും, നിനക്ക് നല്ല പണി കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് കമൻറ്റ് ബോക്സിൽ പറയുന്നവരെ രേണു എന്ത് ചെയ്യും? അവരാരാ പറയാൻ കമൻറ്റ് ബോക്സിൽ അങ്ങനെ കമൻറ്റ് ബോക്സിലുള്ളവരെ രേണു തിരിച്ച് പ്രൊവോക്ക് ചെയ്യും. തിരിച്ചൊരുമാതിരി മറ്റേ ആക്കിയുള്ള വർത്തമാനവും പറയും, ഒരുമാതിരി വെറുത്ത വർത്തമാനം പറഞ്ഞിട്ട് വിടും. നേരിട്ട് ഒരാൾ ഇപ്പം രജിത് കുമാർ രേണുവിനോട് ഇത് പറഞ്ഞപ്പോൾ രേണു ചിരിച്ച് നിന്ന് കേൾക്കാൻ രേണു. കാരണം എന്താ, ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഇനി രജിത് കുമാർ അതിലും വലിയ കള്ളൻ, കാട്ടുകള്ളൻ. രജിത് കുമാറിനെ അറിയേയില്ല. രജിത് കുമാർ ഈ ഡയലോഗ് അടിക്കുന്ന രജിത് കുമാർ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫംഗ്ഷൻ പൂജ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടാണ് രേണുവിനോട് രജിത് കുമാർ ഈ വൈറലായതിൻ്റെ കാര്യവും കമൻറ്റ് ബോക്സിൻ്റെ കാര്യവും, അല്ലെങ്കിൽ അയാൾ തുള്ളിക്കളിച്ച് ദാസേട്ടൻ തുള്ളിക്കളിച്ച് പോകും, നീ പെട്ടുപോകും എന്നൊക്കെ പറയുന്നത്. ഇത് പറയുന്ന രജിത് കുമാറിന് അത്യാവശ്യം ഇവരുടെ കോണ്ടന്റുകൾ കാണണം, ഇവരുടെ കമൻറ്റ് ബോക്സ് അറിയണം, ഇവരെങ്ങനെ വൈറലായി എന്നുള്ളതൊക്കെ അറിയുന്ന ഒരാൾക്കല്ലേ ഇത് പറയാൻ പറ്റൂ. അവിടെയാണ് ഞാൻ പറഞ്ഞത് രജിത് കുമാറിൻ്റെ കള്ളത്തരം കിടക്കുന്നത്. രജിത് കുമാർ ഇതേ പ്രോഗ്രാം നടക്കുന്നതിന് കുറച്ച് മുമ്പ് കസാലട്ട് അകത്തിരിക്കുമ്പോൾ പറഞ്ഞ വർത്താനം കേട്ടോട്ടാ.
കുറേ നേരം കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉദ്ദേശം? ഒരു വൈറലല്ലേ? ഒരു വൈറലാണ്. ആരുടെ വൈറൽ? എന്ത് സംഭവം? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ സോഷ്യൽ മീഡിയ കാണണം, ഞാൻ ഒന്നും കണ്ടില്ല. ആണോ? ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ പാട്ട് സോറി ഏട്ടാ, ഇനി പറയണ്ട. ഇങ്ങനെയൊക്കെ വൈറൽ സാധനം എന്നെ ഒന്ന് അറിയിക്കണ്ടേ? ഇങ്ങനൊരു വൈറൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണ്ടേ? വൈറലോ? ആര് വൈറൽ? ഒരുമാതിരി ആക്കി അവരെ കളിയാക്കിയിട്ടുള്ളൊരു സാധനമാണ് ഇയാൾ അവിടുന്ന് അടിച്ചു വിട്ടത്. എനിക്ക് തോന്നുന്നു അവിടുന്നാണ് ഈ പറഞ്ഞ ദാസേട്ടൻ കോഴിക്കോടിന് എഗ് അടിച്ചത്. ഓക്കെ, ഇയാൾക്ക് അറിയാനായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയ മൊത്തം നോക്കുന്ന ഒരാൾക്ക് രേണു സുധീനോട് അവിടെ പോയിട്ട് കമൻറ്റ് ബോക്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ഇയാളപ്പോൾ ഇയാൾ ചാടിക്കളിച്ച് പോവും, നീ പെടുന്നൊക്കെ പറയാൻ പറ്റും? ഒന്നും അറിയാത്ത ഒരാൾക്ക് പറയാൻ പറ്റും? അപ്പോൾ ഇയാൾ ദാസേട്ടനെ രേണുവിനെ ഇരുത്തിയിട്ടൊന്നും ആക്കിയത്, ആ ദാസേട്ടനെ കുറച്ച് അധികം ആക്കി വിട്ടാണെന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഒരു സൈഡിൽ കമൻറ്റ് ബോക്സിൽ കിട്ടുന്ന അതേ കിട്ടൽ നേരിട്ട് ഒരാളെ നിന്ന് കിട്ടിയിട്ട് രേണുവിനൊന്നും പറയാനില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് രേണുവിൻ്റെ ബുദ്ധി. രേണു കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് ലക്ഷ്മി നക്ഷത്രയുടെ ഒപ്പം നിന്ന സമയത്തും അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂസിലും രേണു പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഇപ്പോഴും ജെനുവിനിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിലൊരു ബിസിനസ് ഫാക്ടർ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഒരു വിഡോ ആണ്, അവർക്ക് ലൈഫ് മുന്നോട്ട് പോകണം. സോ അവർക്ക് ജോലിയായിട്ട് കാണുന്നത് ഈ ഫീൽഡാണെങ്കിൽ അവരത് ചെയ്യട്ടെ. പക്ഷേ അവിടെ ഒരു തിൻ ലൈൻ വരയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ആ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രേണു സുധി എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും, സുധിയുടെ പേരെടുത്ത് വെച്ച് പറയുന്ന കാര്യത്തിൽ അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ബിസിനസ് പാർട്ട് കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ അറിയോ? രേണു ഓരോ വട്ടവും സുധി എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എന്താണ് രേണു എന്നുള്ളതിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇല്ലാതാവുകയാണ്. ഓക്കെ, സുധി അവിടെ ഉണ്ട്, സുധി ഒരു കലാകാരനാണ്, കൊല്ലം സുധി മരിച്ചു, ഇനി രേണുവാണ് ആർട്ടിസ്റ്റ്, രേണുവാണ് ജീവിച്ചിരിക്കുന്നത്. രേണു ഓൾറെഡി കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു, അത്യാവശ്യം വൈറലാണ്, ഇപ്പം നല്ല നല്ല വർക്കുകൾ കിട്ടുന്നു, സിനിമ കിട്ടുന്നു. അവർ സെൽഫായിട്ടൊരു ആർട്ടിസ്റ്റായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആളുകൾ കുറേ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവർക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. സോ ഡെഫിനറ്റ്ലി ഇനി അവർ സുധി ആ ഒരു പേര് ഇനി എടുത്ത് വെച്ച് പറഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ആണ്. കാരണം അവർക്ക് ഷീ ഹെർസെൽഫ് എന്താണിപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്. സോ ഇനിയും സുധി എന്ന് പറഞ്ഞ ഫാക്ടർ ആഡ് ആവുമ്പോൾ സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കമൻറ്റ് ബോക്സിനകത്ത് നെഗറ്റീവ് വരാൻ തുടങ്ങി. ഇത്ര കാലം മലയാളികൾ ഒരാൾ പോലും സുധി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അവനാരാ, അവനൊരു കാല അങ്ങനെയൊന്നും ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ലേഡി ഇപ്പോൾ സുധി എന്നുള്ള സംഗതി ഈ ഒരു കൈൻഡ് ഓഫ് ബിസിനസ് സാധനത്തിൽ പൊതിഞ്ഞ് വെക്കാൻ തുടങ്ങിയതോടു കൂടിയിട്ട് ആളുകൾ അതും ചോദിക്കാൻ തുടങ്ങി. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഓക്കെ, അത് നമ്മളെ ഫൈനൽ ന്യൂസിൽ വന്നൊരു ഇൻ്റർവ്യൂ. അതിനകത്ത് രേണു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. പിന്നെ ഒരു കാര്യമുണ്ടടാ, സുധിച്ചേട്ടനെ പോലെ ഒരു വലിയൊരു കലാകാരൻ്റെ കൂടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു 5 വർഷം ചുരുങ്ങി 6 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടുമൊക്കെ കൂടെ ജീവിച്ചതാണ്. അപ്പം എന്താ പറയുക, അഭിനയത്തെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് പറഞ്ഞു തരുമായിരുന്നു, കേട്ടോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പം അതൊക്കെ കേട്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക് നമ്മൾ ഹസ്ബൻഡിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം അദ്ദേഹം എന്നെ വിട്ട് പിരിഞ്ഞപ്പോൾ നമുക്കൊരു ദൈവതുല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ സുചേട്ടാ ശരിയാക്കണേ, ഇപ്പോൾ ഒരു നാടകത്തിന് ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴും സുചേട്ടാ അങ്ങനെ പറഞ്ഞാണ് ഞാൻ കയറാറ്. അത് എന്തായാലും ഒരു റീലാണ് ചെയ്യുന്നത്, ചേട്ടാ മിന്നിച്ചേക്കളെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പം എനിക്കൊരു വിശ്വാസമുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഉള്ളിൽ സുധിച്ചേട്ടൻ തന്നൊരു ശക്തി. ഇപ്പം പറയും സുധിച്ചേട്ടൻ എൻ്റെ കെട്ടിയവൻ്റെ പേരാണ് ഞാൻ പറയുന്നത്, നാട്ടുകാരുടെ ആരുടെ പേരല്ല പറയുന്നത്. അത് എനിക്ക് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പുള്ളിയുടെ 2 മക്കളുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ അതിൽ കൂടുതൽ അവകാശം വേറെ ആർക്കാ ഉള്ളത് ഇത് പറയാൻ? ഈ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് മാത്രമാണ് ആ ഒരു അവകാശം ഉള്ളത് ഇങ്ങനെ പറയാൻ, വൈഫ് എന്ന നിലയിൽ അവകാശം. അത് ഞാൻ പറയും, പുള്ളിയുടെ പേരും പറയും, പുള്ളിയുടെ ഫോട്ടോയും ഞാൻ വെക്കും, ചിലപ്പോൾ പുറകെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ റീലും ചെയ്യും. അതെൻ്റെ ഇഷ്ടമാണ്. അതെ, അതായത് ഓരോ വട്ടവും ഇപ്പോൾ കൊല്ലം സുധി എന്നുള്ള സംഗതി ഇപ്പോൾ ജെന്യൂനായിട്ട് ആളുകൾക്ക് ഫീൽ ആവുന്നില്ല. ഓക്കെ,
ജെന്യുവിനിറ്റി വളരെ കുറഞ്ഞ പോലെയാണ് എനിക്കും പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം സുധി എന്ന് പറഞ്ഞ കലാകാരനെ ഞാനിവിടെ ഒരു കമൻറ്റ് ബോക്സ് ഞാനെടുത്ത് വയ്ക്കാം. ഓക്കെ, ഈ കമൻറ്റ് ബോക്സ് ഒന്ന് നിങ്ങൾ നോക്ക്. സുധി വലിയ കലാകാരനാണ് എന്ന് നീ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? സ്റ്റാർ മാജിക്കിൽ വന്ന് കുറേ ഊളത്തരം കാണിച്ചു, ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇത്ര ചെറുപ്പത്തിൽ മരിച്ചത് കൊണ്ടാണ് ആൾക്കാർക്ക് ഈ സിമ്പതി, അത് ഈ സ്ത്രീ മുതലെടുക്കുവാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഓരോ സാധനങ്ങളും 100% സത്യം. സ്റ്റാർ മാജിക് വന്നതൊഴിച്ചാൽ സുധി ചില സിനിമയിൽ ഒന്ന് മുഖം മിന്നി മറഞ്ഞു പോയിട്ടുണ്ട് സത്യം. അല്ലാതെ അവർ പറയുന്ന പോലെ അത്ര വലിയ കലാകാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് ഞാനിവിടെ വയ്ക്കുന്ന ഓരോ കമൻറ്റ് ബോക്സും നിങ്ങൾ നോക്ക്. സുധിച്ചേട്ടൻ വലിയ കലാകാരൻ, അവൻ്റെ ചളി പറച്ചിൽ അല്ലാതെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ ഇപ്പം എന്തായി, ഇവരുടെ വെറുപ്പിക്കൽ കാരണം കൊല്ലം സുധീനെ വരെ, ആ മരിച്ചുപോയ ആ കലാകാരനെ വരെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുകയാണ്. അത് ഇവരുടെ ഈ ഞാൻ പറഞ്ഞ ഒരു ജെനുവിൻ എലമെൻ്റ് ഉള്ള സമയത്ത് ആളുകൾക്കത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ വ്യൂവേഴ്സിന് മെജോറിറ്റി ആളുകൾക്കും ഒരു പരിധി വരെ ഒരു ജെനുവിൻ ഫേസ് കണ്ടാലും മനസ്സിലാവും. അതിനപ്പുറവും അവർക്കത് എന്താണെങ്കിലും ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അത്ര വലിയ മണ്ടേഷികളല്ല നമ്മുടെ വ്യൂവർഷിപ്പ് ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഇവരുടെ കേസിൽ, രേണുയുടെ കേസിലൊക്കെ സുധി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചതിന് ശേഷം അങ്ങോട്ട് സോഷ്യൽ മീഡിയയും അതിനകത്തുള്ള ഈ വ്യൂവർഷിപ്പും ആളുകളും തന്നെയാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുള്ളത്. ഇപ്പോഴും ആ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് കുറേ പേർക്ക് നിങ്ങൾ കുറച്ചൊരു ഓവർ ദ ടോപ്പ് പോകുന്നുണ്ട്. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കയറി വന്ന് നേരെ സുധിയിലേക്കും പോകുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ബെറ്റർ നിങ്ങൾ ഇതിവിടെ കട്ട് ഓഫ് ചെയ്യണം ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡൻറ്റിറ്റി വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഞാനല്ലേ ഭാര്യ, എനിക്കല്ലേ യൂസ് ചെയ്യാൻ പറ്റൂ സുധീൻ്റെ പേര്, ഞാനത് പറയുന്നതിന് എന്താ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്കേ പറയാൻ പറ്റൂ, നിങ്ങൾക്കേ ആ പേര് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റൂ, നിങ്ങളാണ് ഭാര്യ, എല്ലാം ഫൈനാണ്. പക്ഷേ അവിടെ അപ്പോഴൊക്കെ നിങ്ങൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കളയാണ്. നിങ്ങൾക്കൊരു എക്സിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല വർക്കുകൾ ഇനി ചെയ്താലും അത് സുധീൻ്റെ ഭാര്യ ചെയ്തു അതേ പറയൂ. അതിന് സുധി ജീവിച്ചിരിക്കുകയാണെങ്കിലും സുധി മരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ, ഭർത്താവ്, ആരായിക്കോട്ടെ, ഭർത്താവിലൂടെ ഇപ്പോൾ ഭാര്യ നല്ല നല്ല വർക്ക് ചെയ്യുകയാണ്, എപ്പോഴും ഭർത്താവിൻ്റെ പേരിൽ സുധീൻ്റെ ഭാര്യ. രേണു നല്ല വർക്ക് ചെയ്തു, അതല്ലേ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടേ? സുധി ഒരു നല്ല വർക്ക് ചെയ്തു, അതല്ലേ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടേ? ഇപ്പോൾ ദുൽഖർ സൽമാനും മമ്മൂട്ടിയും. ദുൽഖറിന് ആദ്യമൊക്കെ എന്താ പറഞ്ഞാൽ മമ്മൂക്കാൻ്റെ മകൻ മമ്മൂക്കാനും. ദുൽഖർ നല്ല വർക്ക് ചെയ്യുമ്പോൾ ദുൽഖർ സൽമാൻ ഹിംസെൽഫ് എ ബ്രാൻഡ്. അതാണൊരു കലാകാരൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്, ഒരു കലാകാരിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്. നിങ്ങൾ ആ ഐഡൻറ്റിറ്റിയിലേക്ക് ഇപ്പോഴും വരുന്നില്ല. നിങ്ങളിപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി സുധിയുടെ ഭാര്യ, നിങ്ങളുടെ സുധിച്ചേട്ടൻ, ഇതിൽ സ്റ്റക്കാണ് നിങ്ങൾ. അത് നിങ്ങളിങ്ങനെ പറയും തോറും ആളുകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ, ആളുകൾ ഇങ്ങനെയേ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നെഗറ്റീവാണ് വേണ്ടത്, നെഗറ്റീവ് കോമൻറ്റ്സ് വേണം. ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോടും നിങ്ങളും തമ്മിലുള്ള ഒരു കോംബോ വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആംബിയൻസ് നിങ്ങൾക്ക് വെച്ചേ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ആ നെഗറ്റീവ് ആംബിയൻസ് നിങ്ങൾ വാണ്ടഡ്ലി വെക്കുമ്പോൾ, മനഃപൂർവ്വം കരുതി കൂട്ടി വെക്കുമ്പോൾ ആളുകൾ അവിടെ പറയും. ആ പറയുന്നതിൽ പിന്നെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഒറ്റ റീലും കൂടി ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ദാസേട്ടാ, എന്റെ ഓട്ടോറിക്ഷയില് ചേച്ചി ഉണ്ടല്ലോ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു ആൽബത്തിന്റെ ഷൂട്ടിലാട്ടോ. എന്താ ഓട്ടോറിക്ഷ ആൽബത്തിന്റെ വർക്ക് കിടക്കുകയാണ്. എന്ത് ആൽബം? റൊമാൻറ്റിക് ആൽബമാണോ? റൊമാൻറ്റിക് ആൽബമാണ്. കോഴിക്കോടാണ് ഡയറക്ടർ. നല്ലൊരു നമ്മളൊരു അടിപൊളി എന്തായാലും ഒരു പൂവാലൻ പോകുന്ന രീതിയിലൊക്കെ സഹായിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ പിറകിൽ ഇങ്ങനെ പോകുന്ന അവരൊരു ഷൂട്ടിന് വേണ്ടി ഇരിക്കുകയാണ് ദാസേട്ടൻ കോഴിക്കോട് രേണു. അതിൽ രേണു പറയുന്നുണ്ടല്ലോ കുറച്ചൊന്ന് മാറിയിരിക്കാം നമുക്ക്, ഇല്ലെങ്കിൽ ഇതൊരു വിവാദമാക്കി നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അടുപ്പിച്ച ഓട്ടോയിൽ ഇരുന്നു എന്നുള്ളൊരു വിവാദം ഇവരെന്നെ എറിഞ്ഞു കൊടുക്കുകയാണ്. അവരെന്നെ ഇട്ട് കൊടുക്കുകയാണ്, എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്.
ഇനി ലാസ്റ്റ് എന്താവും, അടുത്തൊരു ഫേസിൽ വന്നിട്ട് പറയും അയ്യോ എന്നീ ദാസേട്ടനെയും വെച്ച് പറഞ്ഞേ, എന്നീ ദാസേട്ടനെ അങ്ങനെ പറഞ്ഞു, അതും ഇവരെന്നെ പറയും. എന്നിട്ട് ലാസ്റ്റ് പറയും ഇനിയിപ്പോൾ അയ്യോ സുധീൻ്റെ ഭാര്യയായിട്ട് ഞാനിത് കേൾക്കേണ്ട അവസ്ഥ വന്നു. മൂവ് ഓൺ, ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, വേദനയാണ്, സങ്കടമാണ്, ഓർമ്മകൾ കാണും, ദാറ്റ്സ് ഫൈൻ. എല്ലാവരും അവരൊപ്പം നിന്നിട്ടുണ്ട്, ഇനി ഒരുപാട് പേര് നിൽക്കും. നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. എന്നാലേ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ, എക്സിസ്റ്റൻസും ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ വീണ്ടും സുധി ആഡ് ചെയ്ത് പോയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓക്കെ ഇപ്പോൾ വൈറലാവാൻ എന്തും ചെയ്യാം നമുക്ക്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരാളുടെ ഇഷ്ടമാണ്. വൈറലാവാൻ എന്തും ചെയ്യാം, അത് അവരുടെ ഗിമ്മിക്ക്, അവരുടെ സോഷ്യൽ മീഡിയ ഫെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ആ എന്തും ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് വിൽ റെസ്പോണ്ട്. അത്രയേ ഉള്ളൂ കാര്യം.